ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ പി അനിൽ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി അനിൽ, ഇന്ന് തന്നെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അത് ഒരു വാർത്താ പരമ്പരയുടെ തുടർച്ചയായാണ് ഇന്ന് താങ്കളെ അടക്കം രാവിലെ ടെലിഫോണിൽ ബന്ധപ്പെട്ടത്. ഞങ്ങൾ ഈ വാർത്താ പരമ്പര തുടങ്ങിയിട്ട് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളടക്കം നടത്തിയിരുന്നു. പല വെളിപ്പെടുത്തലുകളും ഞങ്ങൾ നൽകുകയും ചെയ്തു. എന്തായാലും ഇപ്പോഴൊരു അന്വേഷണ സംഘത്തെ നിയോഗിക്കേണ്ടി വന്നിരിക്കുന്നു കർണാടക സർക്കാരിന് എന്നുള്ളതാണ്. അതും ഈ ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്ന ആ അംഗങ്ങളെ അടക്കമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഒരു പക്ഷേ ഇതുവരെ മൂടപ്പെട്ട അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി കുഴിച്ചു മൂടപ്പെട്ട രഹസ്യങ്ങൾ, സത്യങ്ങൾ ഇനിയെങ്കിലും പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന അഡ്വക്കേറ്റുമാരുടെ കൂട്ടായ്മയും അവിടെ ജനങ്ങൾ ഉണ്ടാക്കിയ 2000-ഓളം ആളുകൾ പങ്കെടുത്ത് പിന്നീട് ഉണ്ടാക്കിയെടുത്ത ഈ അന്വേഷണങ്ങൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ട സംഘടനയൊക്കെ ആവശ്യപ്പെട്ടതുപോലെ തീർച്ചയായും ഗൗരവതരമായ തരത്തിൽ ഒരു അന്വേഷണം നടത്താൻ കഴിയും വിധമുള്ള ഒരു അന്വേഷണ സംഘത്തെയാണ് നിയമിച്ചതെന്ന് പ്രാഥമിക മനസ്സിലാക്കുന്നു. DGP ലെവലിലുള്ള ആളിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടത്തിയതെങ്കിലും 1979 മുതലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നു. എന്നാൽ അത് 1979 മുതൽ തന്നെ അന്വേഷിച്ച കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരണം നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അതിന്റെ തുടക്കമെന്ന തരത്തിൽ ഗൗരവതരമായി ഉയർന്ന ഈ കൂട്ട കൊലപാതകങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുവാനും ഒപ്പം ആ കുറ്റവാളികളെ ശിക്ഷിക്കുവാനും കഴിയും വിധം ഈ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നാണ് നമുക്ക് പ്രത്യേകിക്കാൻ കഴിയുന്നത്. ജനങ്ങളുടെ ഈ ഉത്കണ്ഠ പരിഹരിക്കാതെ കർണാടക സർക്കാരിനോ ആ സംവിധാനത്തിനോ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അതാണ് ഒരുപക്ഷെ ഇന്ന് രാവിലെ താങ്കൾ തന്നെ സംസാരിച്ച ഒന്നാണ്. മറുഭാഗത്ത് ഈ സംശയം നമുക്ക് കുറ്റക്കാരിലേക്ക് എത്തിപ്പെടുന്നത് വരെ ആരെയും അങ്ങനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘത്തിന്റെ ദൗത്യമാണ്. പക്ഷേ താങ്കൾ സൂചിപ്പിച്ച ഈ 79 മുതൽ എത്രയോ പരാതികൾ അവിടെ വരുന്നു. ആ പരാതികൾക്കെല്ലാം ചിലർക്ക് പരാതി നൽകാൻ പോലും പറ്റുമായിരുന്നില്ല എന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള അനന്യ ഭട്ടിൻ്റെ കുടുംബമാണത് പറയുന്നത്. അവർ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു, അതും ഈ സംവിധാനത്തിൽ വരുന്ന ഉദ്യോഗസ്ഥ. അവർ പറയുന്നു അവർക്കൊരു പരാതി നൽകാൻ പറ്റാത്ത സാഹചര്യം, അവിടുന്ന് അടിച്ചോടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന്. ഇന്നിപ്പോൾ ഞങ്ങൾ നൽകിയത് അനീഷ് എന്ന് പറയുന്ന ഒരു മലയാളിയുടെ പ്രതികരണം. അനീഷിൻ്റെ അച്ഛനെ കൊലപ്പെടുത്തുന്നത് ഒരാൾ ദൃക്സാക്ഷിയാണ്, പക്ഷേ ആ വാഹനത്തിന് നമ്പർ ഉണ്ടായിരുന്നില്ല, ഡേറ്റകൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അന്വേഷണം വഴിമുട്ടുന്നു. നേരത്തെ സൗജന്യ എന്നൊരു പെൺകുട്ടി കൊല്ലപ്പെടുമ്പോൾ കൂട്ടബലാത്സംഗത്തിനിരയായ ഒരു പെൺകുട്ടിയുടെ പ്രതിസ്ഥാ പട്ടികയിലേക്ക് എത്തിയത് കേവലം ഒരാൾ മാത്രം. അയാൾ പിന്നീട് അയാളല്ല തെറ്റ് ചെയ്തത് എന്നറിഞ്ഞ് രക്ഷപ്പെടുന്നു. ഇങ്ങനെയൊക്കെ വിചിത്രമായിരുന്നു സാഹചര്യം. അപ്പോൾ അത്രമേൽ സമ്മർദ്ദശേഷിയുള്ള ഒരു വിഭാഗത്തെക്കുറിച്ചാണല്ലോ ഇനി അന്വേഷിക്കാൻ പോകുന്നത്. അതെത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതാകും? ഭരണകൂടത്തിൻ്റെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഏജൻസിക്ക് സാധിക്കുമെന്നും താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അവിടെയാണ് എനിക്കും ഒരു സംശയമുള്ളത്. യഥാർത്ഥത്തിൽ ഈ സംഭവം ഒരുപക്ഷെ കർണാടകത്തിനുള്ളിൽ മാത്രം നിൽക്കുന്നതാകണമെന്നില്ല. ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള പീഡനങ്ങൾക്ക് വിധേയമായ ആളുകൾ, മരണപ്പെട്ട ആളുകൾ, ഭൂമി നഷ്ടപ്പെട്ട ആളുകൾ, ഒരുപക്ഷെ ഇനിയും പുതിയ പരാതികളുമായി വരാൻ നോക്കി നിൽക്കുന്ന ആളുകൾ, ഇത്തരം ആളുകളെ ഒക്കെ അവരുടെ ഉത്കണ്ഠകൾ പങ്കുവെക്കാൻ കഴിയും വിധം കർണാടക DGPക്ക് ഇതിന്റെ അന്വേഷണ ചുമതല മാത്രം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ? അതിനപ്പുറം ഈ അന്വേഷണ ചുമതല മോണിറ്റർ ചെയ്യുവാൻ സുപ്രീം കോടതിയോ അതുമില്ലെങ്കിൽ കർണാടക ഹൈക്കോടതിയോ എങ്കിലും ഈ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരെ മോണിറ്റർ ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് ഉയർന്നാൽ മാത്രമേ ഈ വിഷയത്തിൽ ഒരു കുറ്റമറ്റമായ അന്വേഷണ ഉത്തരം കിട്ടുകയുള്ളൂ എന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ അനിൽ.